മൽചന്തേരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഒരു എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരിയാണ്. ഐവറി ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. ഐവറി ക്രീമിലാണ്. അതിലൊരു റോസ് ഗോൾഡ് ടിൻറ്റഡ് പാറ്റേണിൽ ഫുൾ ഒരു സെറിവുവൻ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് മോട്ടീവ്സ് വന്നിട്ട് ചെസ്റ്റ് പോർഷനിലും പല്ലുവിലും ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ആപ്ലിക്കൊക്കെ വരുന്നത് സാരിയിൽ. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഇതായിരിക്കും സാരിയുടെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു ബുട്ടി വർക്കാണ്. ഒരു സെറിവുവൻ ബുട്ടി വർക്കിലായിരിക്കും ബോഡി വരുന്നത്. ഒരു റോസ് ഗോൾഡിലായിരിക്കും വരിക. സ്കാലപ്പ് ഫിനിഷിലാണ് ഒരു ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സ്കാലപ്പിൽ തന്നെ ആയിരിക്കും. അതൊരു പേൾ ക്രീം ടോണിൽ തന്നെ ആയിരിക്കും ഒരു സ്കാലപ്പ് വരുന്നത്. പല്ലു ഒരു ലീഫ് പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത്. സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് സാരിയുടെ ചെസ്റ്റ് പോർഷനിലും വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ചെസ്റ്റ് പോർഷനിലും ഇതേ ഒരു ലീഫ് ഡിസൈൻസ് വരുന്നുണ്ട്. മൽചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു കോർണറിലാട്ടോ, മുന്താണിയുടെ ഈ ഒരു കോർണറിലായിരിക്കും ഈ ഒരു പാറ്റേൺ വരിക. കൂടാതെ ചെസ്റ്റ് പോർഷനിലും ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ഈ ഒരു ഒരു ലീഫ് മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം പേൾ ക്രീമിൽ തന്നെ ബ്ലൗസ് വരും. സെയിം ഫാബ്രിക്കും പാറ്റേൺ എല്ലാം സെയിം തന്നെ. സോഫ്റ്റ് മൽചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. പേൾ ക്രീമാണ് കളർ പാലറ്റ് പറയുന്നത്. ഇതിൽ ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് സാരിയിൽ ഒരു ലീഫ് പാറ്റേണിലായിരുന്നു ആപ്ലിക് വർക്ക് വന്നത്. ഇതിൽ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസിലാണ് ആപ്ലിക് വർക്ക് വരുന്നത്. ബാക്കി എല്ലാം സെയിം. സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ ഒരു റോസ് ഗോൾഡ് ബുട്ടി വർക്കിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഒരു ബുട്ടി വർക്ക് വരുന്നത്. സ്കാലപ്പ് ബോർഡർ ഇതാട്ടോ. വൺ ലെയറിൽ സാരി ഈ ഒരു പാറ്റേൺ ആയിരിക്കും. മുന്തണി ഈ ഒരു പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇത് ആ ഒരു കോർണറിൽ തന്നെ ആയിരിക്കും വരുന്നത്. പല്ലുവിന്റെ ഈ ഒരു കോർണറിൽ വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷനിലും സെയിം വർക്ക് വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിൽ ഒരു മൾട്ടി കളറിലുള്ള ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് ഡബിൾ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത്. അത് കൂടാതെ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. ബോഡി വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. മൾട്ടി കളറിലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേണിലാണ് ഒരു വർക്ക് വന്നിട്ട് വിത്ത് സിമ്പിൾ ക്രോഷ്യോ ലേസ് ആണ് ബോർഡർ വരുന്നത്. സെയിം ഇതേ വർക്ക് തന്നെ ആയിരിക്കും. സാരിയുടെ ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, ബ്ലൗസ്. പ്ലെയിൻ ആയിട്ടോ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ആപ്പിൾ ഗ്രീൻ ആണ്. ഒരു മിൻ ഗ്രീനും ആപ്പിൾ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ മൾട്ടി കളറിൽ ക്രോസ് സ്റ്റിച്ച് വർക്ക് ആയിരിക്കും. ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ പാറ്റേണിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പല്ലു സെയിം പാറ്റേൺ, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു ഓഷ്യൻ ബ്ലൂവും പൗഡർ ബ്ലൂവും കൂടി ചേർന്നിട്ട് നല്ലൊരു ബ്ലൂ ആട്ടോ. സെയിം സ്റ്റൈൽ തന്നെ. ബോഡി പ്ലെയിൻ വന്നിട്ട് ഡബിൾ സൈഡിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു റെയർ ഷെയ്ഡാണ് വരുന്നത്. ഒരു ലാവൻഡർ ടിൻറ്റഡ് ഗ്രേ ആണ്. ഒരു ഗോൾഡ് ടിൻറ്റഡ് ലാവൻഡർ ഗ്രേ. ഇത്രയും കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലെൻഡഡ് കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. മൾട്ടി കളർ പാലറ്റിലായിരിക്കും ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ഡബിൾ സൈഡ് വന്നിട്ട് വിത്ത് പല്ലു, റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഐവറി ക്രീം തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്കും കാന്ത വർക്കിന്റെ പാറ്റേണിലുമാണ് സാരി ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു ലുക്ക് ആയിരിക്കും ബോഡി വരുന്നത്. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വന്നിട്ട് കാന്ത വർക്കിലായിരിക്കും. അപ്പുറം ലോവറും ആ ഒരു ബോർഡർ വരുന്ന കാന്ത സ്റ്റിച്ചിലാണ്. ബോഡിയുടെ ലോവർ ഏരിയ വരുമ്പം ഈ ഒരു ഫ്ലോറൽ പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സിലായിരിക്കും ലോവർ ബോർഡർ വരിക. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. ബോർഡർ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇത് ഫുൾ വർക്ക് ആട്ടോ. ഇതാണ് സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ ത്രെഡ് വീവിലാണ് ഈ ഒരു ബോർഡറും മുന്താണിയും എല്ലാം വരുന്നത്. ഇതിൻ്റെ തന്നെ മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി മോട്ടീവ്സ് വന്നിട്ട് ലോവർ ബോർഡർ ഈ ഒരു പാറ്റേൺ, ഡബിൾ സൈഡിലും ഈ ഒരു കാന്ത വർക്കിന്റെ ബോർഡർ തന്നെ ആയിരിക്കും വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ്, സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഐവറി ക്രീം, പേൾ ക്രീമാണ് കളർ. അതേ കാന്ത വർക്ക് തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, പല്ലു സെയിം പാറ്റേൺ. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ഒരു കാന്ത സ്റ്റിച്ച് തന്നെ ആയിരിക്കും സ്ലീവിൽ വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. കാന്ത സ്റ്റിച്ചിൽ തന്നെ ആയിരിക്കും ബോർഡർ വരിക. ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ത്രെഡ് വർക്കിൽ വരുന്നത്. ആ ലോവർ ബോർഡിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡർ ഇതായിരിക്കും ബുട്ടി വർക്ക് വരുന്നത്. ബോഡിയിൽ സെയിം സ്റ്റൈൽ കാന്ത വർക്കിൽ തന്നെയുള്ള പല്ലു, പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് അതേ വർക്ക് ആയിരിക്കും സ്ലീവിൽ വരുന്നത്.
നെക്സ്റ്റ് ഡിസൈൻ വീണ്ടും അതേ ഫ്ലോറൽ പാറ്റേൺ തന്നെ വന്നിട്ട് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഡിസൈൻ കാണിക്കാം ക്ലോസറിൽ. ബോഡിയിൽ വരുമ്പം ഈ ഒരു മോട്ടീവ്സ് ആണ്. ഫ്ലോറൽ പാറ്റേണിൽ മോട്ടീവ്സ് വന്നിട്ട് ലോവർ ബോർഡറിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. വിത്ത് കാന്ത വർക്കിലാണ് ആ ബോർഡർ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. അടുത്ത സാരി നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് സാരി വരുന്നത്. ബോഡിയിൽ ഫുൾ ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. കാന്ത വർക്കിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഒരു ട്രിപ്പിൾ ഫ്ലോറൽ പാറ്റേണിൽ ലീഫ് ഡിസൈൻസിലായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. നമുക്കൊരു ക്രിസ്മസ് സറ്റാറായിട്ടെല്ലാം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കാന്ത വർക്കിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി വരുന്നതും അതേ ആ ഒരു സ്റ്റിച്ചിൽ തന്നെയായിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. അതുമല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് റെഡും ഗ്രീനും എല്ലാം ഡ്രൈപ്പ് ചെയ്യാം. കാരണം ആ ഒരു കളർ തീമിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. എല്ലാ സാരീസിനും സെയിം പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു ത്രെഡ് വൂവൻ സ്റ്റൈലിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ മാംഗോ മോട്ടീവ്സ് ആണ്. ആ ഒരു പേസ്ലി മോട്ടീവ്സും ലീഫ് ഡിസൈൻസിലും ആയിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു വർക്ക് വരുന്നത്. ഒരു റെഡിഷ് മെറൂണിലായിരിക്കും ആ ഒരു പേസ്ലി മോട്ടീവ്സ് വന്നിട്ട് ഗ്രീനിലാണ് ലീഫ് പാറ്റേൺസ് വരുന്നത്. വിത്ത് കാന്ത വർക്കിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ, സെയിം സ്റ്റൈൽ ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. സെയിം ഫാബ്രിക്, സെയിം അതേ ആ ഒരു മൾട്ടി കളർ തന്നെയായിരിക്കും. ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിലും വരുന്നത്. ഇതൊരു ലോട്ടസ് ഫ്ലവറിന്റെ പാറ്റേണിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഫുൾ ആ ഒരു താമരയുടെ പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക്. കാന്ത സ്റ്റിച്ചിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു ആൻഡ് സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു കാന്ത വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വർക്ക് വരുന്നത്.